ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളിന്നിവിടെ കാലത്തിന് മുന്നേ സഞ്ചരിച്ച ഒരു ബൈക്കിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അത് യമഹയുടെ ബ്രാൻഡ് നെയിമിൽ RD എന്ന പേരിൽ 350 cc തീർത്ത ഒന്നാണ്. ഏകദേശം 1973 യമഹ ഇതിനെ നിർമ്മിക്കുന്നത്. ഇന്ത്യക്ക് പുറത്ത് ഇതിനെ നിർമ്മിച്ചപ്പോൾ 347 cc എയർ കൂൾഡ് പാരൽ ട്വിൻ 2-സ്ട്രോക്ക് എഞ്ചിനിൽ 7500 RPM 39 bhp കരുത്താണ് ഇതിന് നൽകിയത്. യമഹ ഇതിനെ നിർമ്മിച്ചത് യമഹയുടെ തന്നെ R5 എന്ന മോഡലിൻ്റെ വകഭേദമായിട്ടാണ്, ഒരു സ്പോർട്സ് ബൈക്ക് എന്ന രീതിയിൽ. യമഹയുടെ RD350 ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് എസ്കോട്ട് ഗ്രൂപ്പാണ്, അതും 1983 രാജ്ദൂത് എന്ന ബ്രാൻഡ് നാമത്തോടു കൂടി. പക്ഷേ എന്നാലും നമ്മളിൽ പല ആൾക്കാർക്കും അറിയത്തില്ലാത്തൊരു കാര്യമുണ്ട്. RD എന്ന് പറഞ്ഞാൽ രാജ്ദൂത് അല്ല, റേസ് ഡിറൈഡ് എന്നതാണെന്ന്. യമഹ ഇതിനെ ഇന്ത്യൻ വിപണിയിൽ ഇറക്കിയത് ബുള്ളറ്റിനെയും ജാവനെയും കോമ്പീറ്റ് ചെയ്യാനാണ്. ഇന്ത്യൻ നിരത്തുകളിൽ ഒരു സ്പോർട്സ് ബൈക്ക് എന്നതിന് തുടക്കം കുറിച്ചത് യമഹയുടെ RD350 ആണ്. എന്നാൽ ഗ്ലോബൽ ലെവലിലുള്ള പവറൊന്നും ഇന്ത്യയിൽ ഈ RD350ക്ക് യമഹ നൽകിയില്ല. ഇന്ത്യയിൽ RD350ക്ക് 2 വേരിയൻറ്റുകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഹൈ ടോർക്ക് വേരിയൻറ്റും രണ്ടാമത്തത് ലോ ടോർക്ക് വേരിയൻറ്റും. ഹൈ ടോർക്ക് വേരിയൻറ്റുകളിൽ 350 cc 30.5 bhp കരുത്താണ് നൽകിയത്. എന്നാൽ ലോ ടോർക്ക് വേരിയൻറ്റുകളിൽ 27 bhp കരുത്താണ് നൽകിയത്. സ്റ്റോക്ക് കണ്ടീഷനിൽ ബൈക്കുകളിൽ ഏകദേശം 160 അല്ലെങ്കിൽ 170 km സ്പീഡ് വരെ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഇതൊരു റേസ് സെഗ്മെൻറ്റിൽപ്പെട്ട ബൈക്ക് ആയതുകൊണ്ട് ഈ ബൈക്കിനെ നമുക്ക് കസ്റ്റം ചെയ്ത് ഏകദേശം 60 bhpയോളം നമുക്ക് വർദ്ധിപ്പിക്കാൻ നമുക്ക് പറ്റും. സാധാരണ 2-സ്ട്രോക്ക് എഞ്ചിനുകളിൽ പെട്രോളിനൊപ്പം ഓയിൽ ഒഴിക്കുമെന്ന് ഘടനയുണ്ടായിരുന്നു. RDക്ക് യമഹ ഓട്ടോ ലൂബ് എന്ന ടെക്നോളജിയാണ് നൽകിയത്. ഒരു റേസ് സെഗ്മെൻറ്റിൽപ്പെട്ട ബൈക്ക് ആയതുകൊണ്ട് RDക്ക് യമഹ നൽകിയത് ഒരു 6-സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ്. അക്കാലത്ത് ഇതൊന്നുമല്ലായിരുന്നു ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ. മൈലേജുള്ള ബൈക്കുകളെ മാത്രം ആശ്രയിക്കുന്ന ഒരു കാലമായിരുന്നത്. അതുകൊണ്ട് തന്നെ സ്പീഡിന് പുറകെ പോകാതെ കുറഞ്ഞ വിലയിൽ കൂടുതൽ മൈലേജ് തരുന്ന വാഹനങ്ങൾക്ക് പിന്നാലെ പോയി ഇന്ത്യൻ ജനങ്ങൾ. അതുകൊണ്ട് തന്നെ RD എന്ന ബൈക്കിൻ്റെ ഉൽപ്പാദനം 7000 എന്ന ചുരുങ്ങിയ സംഖ്യയിൽ നിർത്തേണ്ടി വന്നു 1989 യമഹയ്ക്ക്. ഏകദേശം 40 വർഷങ്ങളോളം എടുത്തു കാണും RDയുടെ വില മനസ്സിലാകാൻ. അന്ന് 20,000 രൂപയ്ക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ബൈക്കിനിപ്പോൾ 2 ലക്ഷത്തിനും 4 ലക്ഷത്തിനും ഇടയിലാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.